അസദിന്റെ വീഴ്ച കൊണ്ട് മാത്രം സിറിയയിൽ സമാധാനം കൈവരുമോ? അമേരിക്ക തലയ്ക്ക് $1 കോടി വിലയിട്ട ജൂലാനിക്ക് കീഴിൽ സിറിയ സുരക്ഷിതമോ? പശ്ചിമേഷ്യയിൽ ഇത്രയും നാൾ പ്രശ്നം ഗാസയുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ഇസ്രയേൽ ഗാസയിലേക്ക് നടത്തുന്ന ആക്രമണം മാത്രമല്ല, ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് നടത്തുന്ന ആക്രമണം, ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ഇസ്രയേലിൻ്റെ പ്രവർത്തനങ്ങൾ, അങ്ങനെ പശ്ചിമേഷ്യ എന്തുകൊണ്ടും തീക്ഷണമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ മാസം 27-ന് അപ്രതീക്ഷിതമായി സിറിയയിൽ വിമത മുന്നേറ്റമുണ്ടാകുന്നത്. അതായത് 13 വർഷങ്ങൾക്ക് ശേഷം സിറിയ പെട്ടെന്ന് ആഭ്യന്തരമായി വളരെ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നു. നേരത്തെ അടങ്ങിയിരുന്ന വിമതർ ഇദിലിബ് മേഖലയിൽ നിന്ന് അലപ്പോ എന്ന് പറയുന്ന സിറിയയുടെ എക്കാലത്തെയും വലിയ വാണിജ്യ സിറ്റിയായിരുന്ന ഒരു നഗരത്തിലേക്ക് കുതിച്ചെത്തുന്നു. ഈ അപ്രതീക്ഷിത മുന്നേറ്റത്തിൽ സിറിയൻ സൈന്യം പകച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. സിറിയയെ സഹായിച്ചു കൊണ്ടിരുന്ന റഷ്യ ഒപ്പം ഇറാൻ സൈന്യങ്ങൾക്ക് ഈ വിമതരുടെ മുന്നേറ്റത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതിന് പശ്ചാത്തലം വേറെയാണ്. കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ തിരക്കിലാണ്, അല്ലെങ്കിൽ അവിടെയാണ് അവർ ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നേരത്തെ പോലെ സിറിയയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല റഷ്യ എന്നുള്ള ഒരു വിലയിരുത്തലാണുള്ളത്. അലപ്പോ നഗരത്തിലാണെങ്കിൽ ഇറാൻ സൈന്യം ഉണ്ടായിരുന്നില്ല താനും. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അലപ്പോ എന്ന് പറയുന്ന പഴയ വാണിജ്യ നഗരം പിടിച്ചെടുക്കാൻ സിറിയൻ വിമതർ അല്ലെങ്കിൽ HTS എന്ന് പറയുന്ന ഹയാ തെഹരീർ അൽ ഷാം എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞു. അതിൻ്റെ നേതാവ് ജുലാനിക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ ഉണ്ടായത് ദമാസ്കസും ഈ HTS സംഘം പിടിച്ചെടുക്കുന്നു. അതോടുകൂടി അസദ് അവിടെ നിന്ന് പലായനം ചെയ്യുന്നു. ദമാസ്കസിൽ നിന്ന് അദ്ദേഹം റഷ്യയിലെത്തി, സകുടുംബം റഷ്യയിലേക്ക് എത്തി, അവിടെ അഭയം പ്രാപിച്ചു. രാഷ്ട്രീയ അഭയം അസദിന് നൽകുന്നു. അങ്ങനെ ഒരു വലിയ പശ്ചിമേഷ്യ മറ്റൊരു രീതിയിൽ തീക്ഷണമാവുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി HTSൻ്റെ കീഴിലാണ് ഒരുപാട് ചരിത്ര സ്മാരകങ്ങളുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്ന, അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് വലിയ പ്രാധാന്യമുള്ള പ്രദേശങ്ങളുള്ള സിറിയയുടെ ഇനിയുള്ള ഭരണം HTS എന്ന സുന്നി അനുകൂല തീവ്രവാദ സംഘടന എന്ന് വിലയിരുത്തപ്പെടുന്ന HTSൻ്റെ കീഴിലാണ്. ഇനി എന്തായിരിക്കും സിറിയ, ഈ ചരിത്ര സ്മാരകങ്ങളടങ്ങിയ സിറിയയുടെ ഒരവസ്ഥ എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണേണ്ടതുള്ളത്. അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഷിയാക്കൾ 13%, ഒപ്പം ക്രിസ്ത്യൻസ് അതായത് ക്രൈസ്തവർ 10%, അവരുടെ ഭാവി എന്താകും? ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആശങ്കയാണ് ഉയർന്നു വരുന്നത്. ഇത്ര പെട്ടെന്ന് എങ്ങനെ വിമത സേനയ്ക്ക് സിറിയ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിന് ഒരുപാട് അനുകൂല ഘടകങ്ങൾ, ആ അനുകൂല ഘടകത്തിനായി അവർ 13 വർഷം കാത്തിരുന്നു. ആ വിമത സേന ജൂലാനിയുടെ കീഴിൽ വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചു. ആ ശക്തി പ്രാപിച്ച ശേഷം ആഞ്ഞടിക്കുകയായിരുന്നു. ആ ആഞ്ഞടിക്കുന്ന ഒരു ഘട്ടത്തിൽ അസദ് ഭരണകൂടത്തിന് ഒപ്പം അസദിൻ്റെ സൈന്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. എങ്ങനെയാണ് റഹീസ ഇതിനെ നോക്കിക്കാണുന്നത്? അവിടുത്തെ ഒരു ഏറ്റവും വലിയ ആശങ്ക, ലോകരാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് അവിടുത്തെ ഇനിയുള്ള ഒരു സിറിയ എങ്ങനെയായിരിക്കും? ഇത്രയും നാളുണ്ടായിരുന്ന സിറിയ അല്ല, 54 വർഷം നീണ്ട അസദ് കുടുംബത്തിൻ്റെ ഭരണത്തിൽ നിന്ന് സിറിയ ഒഴിയുന്നു. പകരം വരുന്നത് സുന്നി ഭൂരിപക്ഷ സംഘടന എന്ന് പറയുന്ന, അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ള, അൽ-ഖ്വയ്ദയുടെ പാരമ്പര്യം പേറുന്ന, അല്ലെങ്കിൽ ISൻ്റെ പാരമ്പര്യം പേറുന്ന ഒരു സംഘടനയാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഈ 2011 അറബ് വിപ്ലവം ഉണ്ടായ സമയത്ത് പോലും ബഷറിനെ തൊടാൻ പറ്റിയിരുന്നില്ല. അതിന് പലതരത്തിലുള്ള സഹായങ്ങൾ അന്ന് ബഷറിന് കിട്ടിയെങ്കിൽ പോലും അന്ന് തൊടാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷ നീക്കം 11 ദിവസം കൊണ്ട് നവംബർ 27-ന് തുടങ്ങുന്നു, ഡിസംബർ 8-ാം തീയതി രാജ്യ തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ച് അതിൽ വിജയത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പം അതിലൊരു അത്ഭുതമുണ്ട്. അതിനകത്ത് നേരത്തെ അൻഷാദ് പറഞ്ഞത് ഒരു ഘടകങ്ങളായിരിക്കും, അതായത് ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ റഷ്യ ഫോക്കസ് ചെയ്തിരിക്കുന്നു, ഒപ്പം ഇസ്രയേലും പലതരത്തിലുള്ള ഹിസ്ബുള്ളയൊക്കെ പിടിച്ചു കെട്ടാനുള്ള ശ്രമങ്ങളിൽ മറ്റും നിൽക്കുന്ന ഒരു സാഹചര്യം, ഒരു കാര്യമാണ്. കാരണം 2011 യുദ്ധം നടത്തിയപ്പോൾ ഇറാനാണെങ്കിൽ ഇസ്രയേലുമായുള്ള സംഘർഷത്തിന്റെ ഒരു പ്രതിരോധ മുന കേന്ദ്രീകരിച്ചിരിക്കുന്നു. അതായത് റഷ്യ ബഷറിന് 2011 വ്യോമസേനയെ വിട്ടു നൽകി. ഇറാൻ അവരുടെ കമാൻഡർമാരെ, അതായത് അവരുടെ ബുദ്ധി കേന്ദ്രങ്ങളെ
ആണ് കൊടുത്തു. ഹിസ്ബുള്ള ആണെങ്കിൽ അവരുടെ പോരാളികളെന്ന് അവർ പറയുന്ന അവരുടെ ടീം അംഗങ്ങളെ വിട്ടുകൊടുത്തു. അങ്ങനെയാണ് അന്ന് ചെറുത്തുനിൽപ്പ് സാധ്യമായത്. പക്ഷേ ഇപ്പോൾ ഇറാനോ ഹിസ്ബുള്ളയ്ക്കോ അല്ലെങ്കിൽ റഷ്യയ്ക്കോ ഒന്നും ഒരു തരത്തിലും സഹായം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് പതുങ്ങിയിരുന്ന് സമയം കിട്ടിയപ്പോൾ പോയി ജൂലാനി അടിച്ചതാണ് എന്നതൊരു വാദം. പക്ഷേ ഒരു തരത്തിലുള്ള രക്തച്ചൊരിച്ചലുകളും ഇല്ലാതെ ഇത് സാധ്യമായത് നമ്മളെ സംബന്ധിച്ച് കുറച്ചുകൂടി അത് വിശകലനം ചെയ്യുമ്പോൾ അത് അത്ര സിമ്പിളായി ഈ ഒരു കാരണം കൊണ്ട് മാത്രം നടക്കുമോ എന്ന കാര്യത്തിൽ ഇല്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ഒരു സൈന്യം എന്ന നിലയിൽ അങ്ങനെ ആ രീതിയിൽ, അതായത് നമ്മൾ ഒരു പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു വിമത സേന ഒരു ഭരണകൂടത്തെ തകർത്തെറിയുമ്പോൾ ഉണ്ടാകുന്ന രക്തച്ചൊരിച്ചിൽ, അതായത് 27-ന് തുടങ്ങിയ പോരാട്ടം 30 എത്തിയപ്പോൾ അലപ്പോ, സിറിയയുടെ രണ്ടാമത്തെ നഗരമായ അലപ്പോ പിടിച്ചു. 2 ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ വ്യവസായ നഗരമായ ഹിംസ് കീഴടക്കി. പിന്നീട് ഡമാസ്കസ് പിടിക്കുന്ന ഒരു സ്ട്രാറ്റജി. ഇതിനകത്ത് ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകത്തുള്ള മാധ്യമപ്രവർത്തകരൊക്കെ പറയുന്ന മറ്റൊരു ഘടകമുണ്ട്. ഇസ്രായേലിൻ്റെയും US-ൻ്റെയും പിന്തുണയോട് കൂടിയാണ് ഈ പോരാട്ടം നടന്നത്. അല്ലെങ്കിൽ സിറിയയുടെ വ്യോമ വാർത്താവിനിമയ ശൃംഖലയൊക്കെ തകർത്തിട്ട് മുന്നോട്ട് പോകാൻ HTS-ന് കഴിയുമോ എന്ന ഒരു കാര്യമുണ്ട്. അതിൽ മുമ്പ് തൊട്ട് ഷിയ വിഭാഗങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അൽ-ഖ്വയ്ദയെ IS-നെ അമേരിക്ക സൃഷ്ടിച്ചതാണ് എന്ന ചർച്ച പല കാലത്തും നടന്നിട്ടുണ്ട്. അതിനുശേഷം ഈ HTS-ന് അല്ലെങ്കിൽ ജൂലാനിയുടെ തലയ്ക്കും ഇവരുടെ സംഘടനയും ഭീകര സംഘടനയാണ്, ജൂലാനി തീവ്രവാദിയാണ് എന്നൊക്കെ അമേരിക്ക പറയുമ്പോൾ പോലും ഇവർ അമേരിക്ക സൃഷ്ടിച്ച ഒരു ടീമാണ് HTS എന്ന ഒരു വാദം വർഷങ്ങളായി ഇപ്പോൾ റഷ്യയൊക്കെ പല ഘട്ടത്തിൽ ഉന്നയിച്ച ഒരു വാദമാണ്. അതിനെയും ഈ സമയത്ത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഇത്ര സിമ്പിളായി അല്ലെങ്കിൽ പോയി പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ശക്തി അവർക്കുണ്ടാവില്ല. കാരണം ഐക്യരാഷ്ട്രസഭ ഭീകര സംഘടനയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തുർക്കി ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് യൂറോപ്യൻ യൂണിയനുകൾക്കെല്ലാം HTS ഭീകര സംഘടനകളാണ്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ HTS-ന് പിന്തുണ കൊടുത്ത ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് തുർക്കിയാണ്. കാരണം തുർക്കിയിൽ ഇവരുടെ അഭയാർത്ഥികളായി പോയ 30 ലക്ഷത്തോളം ആളുകൾ തുർക്കിയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. തുർക്കിക്ക് ഈ 30 ലക്ഷം ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില സാമൂഹിക പശ്ചാത്തലങ്ങൾ ഉള്ളതുകൊണ്ട് തുർക്കിയുടെ പ്രസിഡന്റായ റെജിപ് തയ്യിബ് എർദോഗാൻ പല സമയവും ബഷറിനോട് ഇവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യങ്ങൾ നിങ്ങൾ ഒരുക്കണമെന്ന് പറഞ്ഞിട്ട് അതിന് ചെവി കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ അവരുടെ ഒരു പിന്തുണ, തുർക്കി എന്ന് പറയുന്നത് അമേരിക്കയുടെ നാറ്റോ സഖ്യത്തിലുള്ള ഒരു കൂട്ടായ്മയാണ്. സ്വാഭാവികമായിട്ടും തുർക്കി പ്രത്യക്ഷത്തിൽ പിന്തുണ കൊടുക്കുകയും ഇസ്രായേലും അമേരിക്കയും കൂടി കട്ടന് പിന്നിൽ നിന്ന് പിന്തുണ കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത്ര ചെറിയ ദിവസം കൊണ്ട് സിറിയ വീഴ്ത്താൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. റീസ, എനിക്ക് തോന്നുന്നത് ഈ ഇദ്ലിബ് കേന്ദ്രീകരിച്ച് വിമത സൈന്യം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതായത് നേരത്തെ ഈ ഹോംസ് സിറ്റിയും ഒപ്പം ഹമായും ഒപ്പം അലപ്പോയിൽ നിന്നും ഇവരെ തുരത്തി ഓടിച്ചിരുന്നു ഈ വിമതസേന. അതായത് പല രീതിയിൽ നിന്ന വിമതസേന ഈ HTS എന്നുള്ള നിലയിലല്ല നിന്നത്. അന്ന് വിമതസേനകൾ വിഘടിച്ച് നിൽക്കുന്ന വിമതസേനകളായിരുന്നു. ആ വിമതസേനകളെ അന്ന് തുരത്തി ഓടിച്ചത് യഥാർത്ഥത്തിൽ ഇറാനും റഷ്യൻ സൈന്യവും ഒപ്പം ഹിസ്ബുള്ളയും ചേർന്നായിരുന്നു. പക്ഷേ അവിടെ നിന്നുകൊണ്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് സൈനിക ശക്തി ഉണ്ടാക്കുകയും ഒപ്പം തുർക്കിയുടെ സഹായത്തോടു കൂടി ആയുധങ്ങൾ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അതിൽ ഒരു പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യഥാർത്ഥത്തിൽ ഒരു സഹായം ഇവർക്ക് കിട്ടിയെന്ന് അന്ന് തന്നെ റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള, അതായത് ഈ വിമത മുന്നേറ്റം തുടങ്ങിയപ്പോൾ തന്നെ റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് തുർക്കിയുടെ അനുവാദമില്ലാതെ HTS പോലൊരു സംഘടന അലപ്പോയിലേക്ക് ഒരു വിമത മുന്നേറ്റം നടത്തില്ല എന്ന് അന്ന് തന്നെ റോയിറ്റേഴ്സ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല ഇപ്പോൾ പശ്ചിമേഷ്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഈ ഒരു അവസരത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ റഷ്യയ്ക്ക് ഏറ്റവും കൂടുതൽ ഹോൾഡുള്ള ഒരു പ്രദേശമാണ് സിറിയ എന്ന് പറയുന്നത്. ഇറാന് ഏറ്റവും കൂടുതൽ ഹോൾഡുള്ള ഒരു പ്രദേശമാണ് ഈ സിറിയ എന്ന് പറയുന്നത്. അതായത് ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ആയുധമെത്തുന്നത് സിറിയ വഴിയാണ്, അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ഇറാൻ വഴി ഹിസ്ബുള്ളയ്ക്ക് ആയുധമെത്തുന്നു. അപ്പോൾ ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള ഒരു കണ്ണിയായിട്ട് പലപ്പോഴും സിറിയ പ്രവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇസ്രയേലിന് ഈ ഗാസ പ്രശ്നം ഉണ്ടായപ്പോഴെല്ലാം ഇസ്രയേലിലേക്ക് സിറിയയിൽ നിന്ന് ചില ഗ്രൂപ്പുകൾ, അതായത് ഷിയ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇസ്രയേലിലേക്ക് ആക്രമണവും നടത്തിയിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇറാൻ്റെ ഹിസ്ബുള്ള കണ്ണി
പൊട്ടി എന്നുള്ളതാണ്. അതാണ് സത്യത്തിൽ ഇവിടെ സംഭവിച്ചത്. അതായത് മാത്രമല്ല, ഇറാനും റഷ്യയ്ക്കും പശ്ചിമേഷ്യയിൽ സ്വാധീനം കുറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അപ്പോൾ റഹീസ് നേരത്തെ സൂചിപ്പിച്ച അമേരിക്ക ഇസ്രയേൽ തന്ത്രം ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ തന്നെ തന്ത്രമായിരിക്കാം. കാരണം ഇസ്രയേൽ ഈ ഒരു നീക്കം നടന്നപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രവൃത്തികളൊന്ന് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇസ്രയേൽ ആദ്യം ചെയ്തത് ഗോലാൻ കുന്നുകൾ എന്ന് പറയുന്ന സിറിയയ്ക്കും ഇസ്രയേലിനും ഇടയിലുള്ള സൈനിക നിരോധന കേന്ദ്രം 1974 മുതൽ സൈന്യത്തിന് പ്രവേശനമില്ലാത്ത ഗോലാൻ കുന്നുകൾ, ആ കുന്നുകളിൽ നിധി കുംഭങ്ങളുടെ ശേഖരമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വളരെ ചരിത്ര പ്രസിദ്ധമായ ഗോലാൻ കുന്നുകൾ. അവിടേക്ക് ഒരു സൈന്യത്തിനും, അതായത് സിറിയൻ സൈന്യത്തിനും ഇസ്രായേൽ സൈന്യത്തിനും നീങ്ങാൻ പറ്റില്ല. ആ കുന്നുകളിലേക്ക് പെട്ടെന്ന് അവർ സൈനിക മുന്നേറ്റം നടത്തി. അവരുടെ ടാങ്കറുകൾ അവിടേക്ക് എത്തി. എന്നിട്ട് അതിന് കൊടുത്ത വിശദീകരണം എന്ന് പറയുന്നത് കരാർ, അതായത് ഈ ഒരു കരാറുണ്ടായിരുന്നത്, സൈനിക നിരോധന കരാറുണ്ടായിരുന്നത് അസദ് സർക്കാരുമായിട്ടാണ്. അസദ് സർക്കാർ പോയി വീണു. അപ്പോൾ പിന്നെ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് മുന്നേറ്റം നടത്താം, ഇത് താൽക്കാലികമാണ് എന്ന് ഇസ്രയേൽ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. ഈ കൃത്യമായി സിറിയൻ രാഷ്ട്രീയം നോക്കാത്ത ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് തോന്നും ബഷർ അൽ അസദ് എന്ന ക്രൂരനായ ഒരു ഭരണാധികാരി താഴേക്ക് വീണിരിക്കുന്നു. കാരണം അവിടുത്തെ ജനങ്ങളൊക്കെ ഭയങ്കരമായി ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു. അസദിന്റെ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ ചവിട്ടിപ്പൊട്ടിക്കുന്നു. അസദിന്റെ പിതാവ് ഹാഫിസിന്റെ പ്രതിമകൾ തകർക്കുന്നു. സ്വാഭാവികം ജനങ്ങൾ ഭയങ്കര ഹാപ്പിയിലായിരിക്കും എന്ന് വിചാരിക്കും. അവിടെ ഒരു പ്രശ്നം, ആരാണ് അബൂ മുഹമ്മദ് അൽ ജൂലാനി എന്ന പ്രതിപക്ഷ നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളെന്നറിയുമ്പോൾ ആ ഒരു സമാധാനം ഇല്ലാതാവും. കാരണം 1970 ഈ അസദിൻ്റെ പിതാവ് സിറിയൻ ഭരണത്തെ കൂട്ടുപിടിച്ച് സൈനിക അട്ടിമറി നടത്തി സിറിയയുടെ പ്രസിഡന്റ് ആകുന്നത്. ആ സമയത്ത് അസദിനെതിരെ പ്രതിഷേധം നടത്തിയിരുന്ന ഹുസൈൻ അഷ്റഈൽ എന്ന് പറയുന്ന ആളാണ് ഈ ജൂലാനിയുടെ പിതാവ്. അതിനുശേഷം അദ്ദേഹം ദമാസ്കസ് മേഖലയിൽ ഉണ്ടായിരുന്ന ആളാണ്. അതിനുശേഷം അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് പോവുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്തു. ഈ അസദിനെ സംബന്ധിച്ച് 18ാമത്തെ വയസ്സിൽ രണ്ടാം ഇൻതിഫാദ എന്ന് പറയുന്ന ഒരു വിപ്ലവം സിറിയയിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി ആണ് അസദ് ഒരു പ്രത്യക്ഷമായി ഒരു പോരാട്ടം കാണിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം വരുന്നത്. അതിനുശേഷം 2003 അമേരിക്കൻ അധിനിവേശത്തെ ചെറുക്കാനായി ഇറാഖിലേക്ക് ജൂലാനി പോവുകയാണ് ചെയ്യുക. അന്ന് വെറും 21 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അന്ന് അദ്ദേഹത്തെ അമേരിക്കൻ സൈന്യം പിടിച്ചു, 5 വർഷം ജയിലിലിട്ടു. 2008 അദ്ദേഹം പുറത്തിറങ്ങി തിരിച്ചു വന്നപ്പോൾ അൽ ഖ്വയ്ദയുടെ ഒരു ശാഖ സിറിയയിൽ രൂപീകരിക്കാൻ വേണ്ടി അബൂബക്കർ അൽ ബാഗ്ദാദി പറഞ്ഞു വിടുകയാണ് ഇദ്ദേഹത്തെ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇദ്ദേഹത്തിനൊരു സ്ട്രാറ്റജി നോക്കിയാൽ ബുദ്ധിപരമായ നീക്കം നടന്നു. ഏറ്റവും അവസാനത്തേക്ക് വന്നാൽ ഈ IS, അൽ ഖ്വയ്ദ ഇവരൊക്കെ പലവിധ ആക്രമണങ്ങൾ കൊണ്ട് തകർന്നു നിൽക്കുന്ന സമയത്ത് ഈ ഒരു പുലി പതുങ്ങുന്നത് പോലെ അദ്ദേഹം തന്ത്രപ്രധാനമായി അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. അതിനുശേഷം ഒരു അമേരിക്കൻ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ജൂലാനി പറയുന്നു, ലോകത്തെ ഇപ്പോൾ അൽ ഖ്വയ്ദയോ IS ലക്ഷ്യം വെച്ചതുപോലെ ഒരു ലോകത്ത് ഇസ്ലാമിക ഭരണകൂടം എന്ന ഒരു ആശയമല്ല അല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ എയിം ഓൺലി സിറിയ. ആ സിറിയയിലേക്ക് മാത്രമാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും അത്ര ശ്രദ്ധിക്കേണ്ടാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് പണിയാവി വരാത്ത ഒരു ടീമാണ് HTS എന്നൊരു തോന്നലുണ്ടാക്കി. ആ തോന്നലിൽ ഇപ്പോൾ ഞാനിപ്പോഴും സംശയിക്കുന്നത് HTS ഉണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ ജൂലാനിക്ക് പ്രത്യക്ഷത്തിൽ തലയ്ക്ക് വില $100 കോടി ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ പോലും അമേരിക്കയുടെ ഒരു ഉൽപ്പന്നമായി 2003 ഇറാഖിൽ അൽ ഖ്വയ്ദയുടെ ഭാഗമായതാണ് ഈ ജൂലാനി. അന്ന് അദ്ദേഹത്തിന്റെ പേരും വേറെ രീതിയിലായിരുന്നു. ആ പേര് ഞാൻ മറന്നുപോയി. അഹമ്മദ് ഹുസൈനു എന്നായിരുന്നു പേര്. അതിനുശേഷമാണ് ഈ അബൂ മുഹമ്മദ് അൽ ജൂലാനി എന്ന പേര് സ്വീകരിക്കുകയും അപ്പോൾ ഈ 2003 ഇറാഖിൽ അൽ ഖ്വയ്ദയുടെ ഭാഗമാകുമ്പോൾ അദ്ദേഹത്തിന് നേരത്തെ റഹീസ് പറഞ്ഞ പോലെ 21 വയസ്സ് മാത്രമാണ് പ്രായം. ഇനിയാണ് നമ്മൾ ചില നറേറ്റീവിലേക്ക് വരുന്നത്. ആ നറേറ്റീവ് എന്ന് പറയുന്നത് 21ാമത്തെ വയസ്സിൽ ഇറാഖിൽ വെച്ച് US സൈന്യത്തിൻ്റെ പിടിയിലാകുന്നു ഈ ജൂലാനി. അന്ന് അവിടെ വെച്ച് അദ്ദേഹത്തിന് അതായത് അമേരിക്കൻ സൈന്യം ചില ഉപദേശങ്ങൾ നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന് ചില ഉപദേശങ്ങൾ നൽകിയിരുന്നു. എന്നെങ്കിലും നിങ്ങൾക്ക് ഈ പാത വെടിയാൻ തോന്നുന്നു എങ്കിൽ
നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് നൽകി. കാരണം നമുക്കറിയാലോ, പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് സിറിയയിൽ അമേരിക്കയ്ക്കുള്ള താല്പര്യം വളരെ വലുതാണ്. അവിടെ ഇന്ധന നിക്ഷേപം ഇതുപോലെ ഇറാഖ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ധന നിക്ഷേപം കുവൈറ്റ് കഴിഞ്ഞാൽ ഉള്ളത് സിറിയയിലാണ്. അപ്പോൾ എന്താണ്, കുവൈറ്റ് അമേരിക്കയുടെ കയ്യിലാണ്, ഇറാഖ് ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലാണ്. ഒരു കൃത്യമായ ഭരണ സംവിധാനം ഇല്ല എങ്കിൽ കൂടി അത് അമേരിക്കയാണ് അവിടെ നിയന്ത്രിക്കുന്നത്, സിറിയയും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഉടമ്പടി പിന്നീട് അദ്ദേഹം ഈ അബൂബക്കർ അൽ ബാഗ്ദാദിയെ പിടിച്ച് അമേരിക്ക വധിച്ചതോടുകൂടി ഈ ഒരു അമേരിക്കൻ തന്ത്രത്തിലേക്ക് അൽ ജുലാനി വന്നു എന്നുള്ളതാണ് ഒരു നറേറ്റീവായിട്ട് ഉള്ളത്. അത് അൽ-ഖ്വയ്ദ അത് ഇപ്പം അമേരിക്കയും ട്രംപ് കൊടുക്കുന്ന നിലപാട് മാത്രം തീർച്ചയായിട്ടും അതാണ്. അതിൽ ഈ തുർക്കിയുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നേരത്തെ ഈ എർദോഗനും ട്രംപുമായിട്ട് ഉടക്കിയിരുന്നു. റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് തുർക്കിയുമായിട്ട് നാറ്റോ അംഗരാജ്യമായിട്ട് പോലും ഉടക്കിയിരുന്നു. ആ ഉടക്ക് ട്രംപ് പോയി ബൈഡൻ വന്നതിന് ശേഷവും അത് മാറിയിട്ടില്ല. ബൈഡൻ ഒരിക്കൽ പോലും നാറ്റോ അംഗരാജ്യമായ തുർക്കിയിൽ സന്ദർശനം പോലും നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു പശ്ചാത്തലവും അവിടെ ഉണ്ട്. മാത്രമല്ല നമുക്കറിയാം, ഈ ട്രംപ് അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ, അല്ലെങ്കിൽ അദ്ദേഹമാണ് അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് എന്ന് അറിയുമ്പോൾ ആദ്യം അവിടെ ട്രംപിനെ വിളിക്കുന്നത് എർദോഗനാണ്. എർദോഗൻ മാത്രമല്ല, ഈ പഴയ സൗഹൃദം തുടരാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് എന്ന് അദ്ദേഹം ഒരു സന്ദേശവും നൽകി. മാത്രമല്ല പല തന്ത്രങ്ങൾ അവിടെ രൂപപ്പെട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ 30 ലക്ഷം അഭയാർത്ഥികൾ സിറിയയുടെ അവിടെ കിടക്കാണ്. ആളുകൾ തിരിച്ചു വന്നു തുടങ്ങി. അതെ, 67 ലക്ഷം അഭയാർത്ഥികളാണ്, സിറിയൻകാരാണ് മറ്റ് രാജ്യങ്ങളിൽ തിങ്ങിപ്പാർക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ 30 ലക്ഷത്തോളം തുർക്കിയിലാണ്. ആ തുർക്കിയിലുള്ള അഭയാർത്ഥികളെ അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്രയും സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇത് അമേരിക്കൻ തന്ത്രമാണ് അല്ലെങ്കിൽ ഇസ്രയേൽ തന്ത്രമാണ് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് മനസ്സിലാവുന്നത് ഇത് റഷ്യയ്ക്കുള്ള വലിയ തിരിച്ചടിയാണ്. അതായത് പശ്ചിമേഷ്യയിൽ റഷ്യയുടെ സ്വാധീനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇറാൻ, ഇനി ഇതിനൊക്കെ അപ്പുറത്ത് ഹിസ്ബുള്ള ഒന്നാമത് തന്നെ അവർ ഇല്ലാതായി. അതിനു കൂടി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള, അതായത് നമ്മളൊന്ന് ഭൂപടം നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ അപ്പുറത്തെ ഭാഗത്ത് കിടന്ന പഴയ ഫ്രഞ്ച് അധിനിവേശം ഉണ്ടായിരുന്ന പ്രദേശങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് അമേരിക്ക പിടിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ഭൂപടം നോക്കുമ്പോൾ കാണാൻ കഴിയുക. എന്തായാലും ഏറ്റവും അവസാനം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറോക്ചി പറഞ്ഞത്, ബഷറിന്റെ വിധി ഞങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നു, അള്ളാഹുവിലേക്ക് കൊടുക്കുന്നു. പക്ഷെ അവർ പോലും കൈവിട്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ ബഷർ അൽ അസാദ് ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നുവെങ്കിൽ നേരെ ഇറാനിലേക്ക് പോകും എന്നുള്ളതായിരുന്നു ആദ്യമൊക്കെ വിലയിരുത്തിയിരുന്നത്. അതായത് ഈ വിമത മുന്നേറ്റം നടന്നപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹം പോയത് റഷ്യയിലേക്കാണ്. കാരണം എന്താണെന്ന് റഹീസിന് അറിയാം. കാരണം ഇറാൻ അത്രത്തോളം സുരക്ഷിതമല്ല. ടെഹ്റാനിൽ വെച്ചാണ് ഹമാസിൻ്റെ തലവനെ മൊസാദ് കൊന്നു കളഞ്ഞത്. അപ്പോൾ ഇറാനിൽ അന്ന് ഒരുപാട് ചാരന്മാരുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു. മാത്രമല്ല ഇറാൻ ഭരണകൂടത്തിനെതിരെ വലിയ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതൊക്കെ അവിടെ കയറി കൊല്ലുക എന്ന് മാത്രമല്ല, ഇറാന്റെ എത്ര കമാൻഡർമാരെയാണ്, തന്ത്രപ്രധാന പദവികളിൽ ഇരിക്കുന്ന ആളുകൾ അവരുടെ പഴയ പ്രസിഡന്റിനെ തന്നെ അമേരിക്ക കൊന്നു എന്നുള്ളതാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ സിറിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സേഫ് ഹാൻഡിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത് ഈ അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് പറയുന്ന അൽ-ഖ്വയ്ദ ബന്ധമുള്ള ഇദ്ദേഹം 2004 ഒരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ 2014 അദ്ദേഹം തികച്ചും യാഥാസ്ഥിക നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ്. അപ്പം നേരത്തെ അൻഷാദ് പറഞ്ഞ അവിടെയുള്ള ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, അവരുടെയൊക്കെ ഒരു അവസ്ഥ എന്താകും. പക്ഷേ ഈ കഴിഞ്ഞ ഇന്നലെയോ ഇന്നും മിനിഞ്ഞാന്നുമൊക്കെ നോക്കുമ്പോൾ ഭയങ്കരമായ ഒരു ഫ്ലെക്സിബിൾ, നല്ല ഒരു സെക്കുലർ നിലപാട് 2011 അബൂബക്കർ അൽ ബാഗ്ദാദി അദ്ദേഹത്തെ ഈ സിറിയയിലേക്ക് വിമത മുന്നേറ്റം ഉണ്ടായപ്പോൾ അയച്ചു. അതിനുശേഷം അൽ ബാഗ്ദാദിയെ അമേരിക്ക വധിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ഈ മനംമാറ്റം ഉണ്ടായത്. ഈ അൽ-ഖ്വയ്ദയിൽ നിന്നും, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ തന്ത്രമായിരിക്കാം, അൽ-ഖ്വയ്ദയിൽ നിന്നും IS-ൽ നിന്നും ഞാൻ വിടുതൽ വാങ്ങുന്നു, എനിക്ക് ലക്ഷ്യം സിറിയ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാശ്ചാത്യ സമൂഹത്തിൻ്റെ കൂടെ പിന്തുണ, അല്ലെങ്കിൽ പാശ്ചാത്യ ഭരണകൂടങ്ങളുടെ കൂടെ പിന്തുണ ആർജിച്ചുകൊണ്ട് സിറിയയെ തകർക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സിറിയയിലെ ഭരണം പിടിക്കുക എന്നുള്ള വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ് ജുലാനി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് വെറും 42 വയസ്സാണ് പ്രായം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു സംഭവം. എന്തായാലും സിറിയയിൽ ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു വിമത മുന്നേറ്റം അല്ലെങ്കിൽ അസദ് ഭരണകൂടത്തിൻ്റെ വീഴ്ച അത് എത്രത്തോളം ആശ്വാസത്തിന് വക നൽകുന്നു എന്നുള്ളത് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ഈ ജൂലാനി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെയും ഒരു പാരമ്പര്യം, ഒപ്പം അദ്ദേഹം തുടർന്നു വന്ന വഴികൾ, യാഥാസ്ഥിതിക നിലപാടുകൾ, മാത്രമല്ല HTS സംഘടന ഇതുവരെ പുലർത്തിപ്പോകുന്ന രീതികൾ, ഇതെല്ലാം വെച്ച് ഇപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ പാതയിലാണ് സിറിയ നടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ ആഹ്ലാദമെല്ലാം നൈമിഷികം മാത്രമാകുമോ എന്നുള്ളത് മാത്രമാണ് ഇനി കാണാനുള്ളത്. എന്തായാലും അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഈ ഒരു വിമത മുന്നേറ്റത്തെ വളരെ സാഗൂതം നോക്കിക്കാണുകയാണ്, നിരീക്ഷിക്കുകയാണ്. ഇപ്പോൾ അവിടെ സിറിയയിൽ ഇടപെടാൻ ഞങ്ങളില്ല എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഇന്ന് ജൂലാനി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആരുടെയും സഹായത്തോടു കൂടിയല്ല ഇത് മുന്നേറ്റം നടത്തിയത് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു ഇസ്ലാമിക മതരാഷ്ട്രത്തിൻ്റെ പിറവി സിറിയയിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എത്രത്തോളം പശ്ചിമേഷ്യയിലൊപ്പം ഈ ക്രിസ്ത്യാനികൾ ഒരുപാടുള്ള 10% ക്രിസ്ത്യാനികളുള്ള, ഷിയാക്കൾ 13% സിറിയയിൽ അത് എത്രത്തോളം സ്ഫോടനാത്മകമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇനിയുള്ള ഒരു ആശങ്ക. മാത്രമല്ല ഇത്രയും നാൾ ഈ സുന്നികൾ 67% ഒരു പ്രദേശം, ഇത്രയും നാൾ 13% മാത്രമുള്ള ഷിയ ഭരണകൂടം, അലവി എന്ന് പറയുന്ന അതിലും ഷിയയിലും ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിലുള്ള ആളാണ് ബഷറിൻ്റെ ചരിത്രം നോക്കിയാൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നേത്രരോഗ ഡോക്ടറായി രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി നിന്ന ബഷർ അതിവേഗത്തിലാണ് രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിലേക്കും സുപ്രധാന പദവിയിലേക്കും വരുന്നത്. അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ അതിവേഗത്തിൽ നിന്ന് ആ കസേരയിൽ നിന്ന് പടിയിറക്കപ്പെട്ടു എന്ന ഒരു മാത്രമല്ല അതിവേഗത്തിൽ ജൂലാനി അവിടെ കസേരയിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സിറിയയുടെ ഭാവി എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാം.